മുഖ്യമന്ത്രി പിണറായി വിജയനും ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഒരുമിച്ചുള്ള ചിത്രം പ്രചരിപ്പിച്ചെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചു. മണിക്കൂറുകൾ നീണ്ട നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് സുബ്രഹ്മണ്യനെ വിട്ടത്. പങ്കുവച്ചത് ചിത്രമല്ലെന്ന് എൻ സുബ്രഹ്മണ്യൻ പറഞ്ഞു. അറസ്റ്റ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ ഏകാധിപത്യ നടപടിയെന്ന് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചു. രാവിലെ 6:30 കുന്നമംഗലത്തെ വീട്ടിലെത്തിയാണ് ചേവായൂർ പോലീസ് എൻ സുബ്രഹ്മണ്യനെ കസ്റ്റഡിയിലെടുത്തത്. പോലീസ് വാദങ്ങളെല്ലാം തള്ളിയാണ് പോലീസ് വാഹനത്തിലേക്ക് സുബ്രഹ്മണ്യൻ കയറിയത്. സർക്കാരിനെതിരായിട്ടുള്ള വികാരം തിരിച്ചുവിടാൻ ഇതുകൊണ്ടൊക്കെ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതുകൊണ്ടൊന്നും സർക്കാരിനെതിരായിട്ടുള്ള വികാരമൊന്നും തിരിച്ചുവിടാൻ പോകുന്നില്ല. വൈദ്യപരിശോധന പൂർത്തിയാക്കി ചേവായൂർ സ്റ്റേഷനിലെത്തിച്ചപ്പോഴേക്കും സ്റ്റേഷനിൽ തിങ്ങി നിറഞ്ഞ പ്രവർത്തകരുടെ രോഷം അണപൊട്ടി. അറസ്റ്റ് വിവരം അറിഞ്ഞതോടെ കോൺഗ്രസിന്റെയും UDF-ന്റെയും നേതാക്കളെല്ലാം പിന്തുണയുമായെത്തി. ഇത് ചങ്ങലക്ക് ഭ്രാന്ത് പിടിച്ച സ്ഥിതിയാണ് ഇപ്പം കേരളത്തിലെ സർക്കാരിന് സമീപനത്തോടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വിനാശകാലെ വിപരീത ബുദ്ധി. സുബ്രഹ്മണ്യനെ മാത്രമല്ല, ലക്ഷക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകന്മാരെ ഇതുപോലെ ജയിലിലിടേണ്ടി വരും. മുഖ്യമന്ത്രി അങ്ങനെ ഞങ്ങളെ ഓലപ്പാമ്പ് കാട്ടി പേടിപ്പിക്കൊന്നും വേണ്ട. പോലീസും കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ കയ്യേറ്റത്തിന്റെ വക്കോളം എത്തിയ സംഘർഷത്തിനും നാടകീയ രംഗങ്ങൾക്കൊടുവിൽ 12 മണിയോടെ എൻ സുബ്രഹ്മണ്യനെ ചേവായൂർ പോലീസ് വിട്ടയച്ചു. ഇത് കേരളത്തിലെ AKG സെന്ററിന്റെ നിർദ്ദേശപ്രകാരമാണ്. എന്ത് നടന്നാലും സ്വർണ്ണക്കൊള്ളക്കാരെ പുറത്തു കൊണ്ടുവരാനുള്ള പോരാട്ടം കേരളത്തിലെ കോൺഗ്രസ് നടത്തുമ്പോൾ അതിന്റെ മുന്നണി പോരാളിയായി ഞങ്ങൾ ഉണ്ടാകും. പോലീസിനെ CPM രാഷ്ട്രീയമായി ഉപയോഗിക്കുകയാണ് എന്നതാണ് UDF പ്രവർത്തകരും നേതാക്കളും പങ്കുവെക്കുന്ന വികാരം. പേടിപ്പിക്കാനൊന്നും വരണ്ട. അങ്ങനെയൊന്നും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ UDF-ഉം പിന്തിരിഞ്ഞു പോവില്ല. നിങ്ങൾ ഏകാധിപതി ചമയണം. നിങ്ങൾ ഏകാധിപതി ചമഞ്ഞാൽ ഞങ്ങൾക്ക് ആർക്കും ഒരു പേടിയില്ല. എന്തൊരു നാണക്കേടാണ് കേരളത്തിന് നിങ്ങളെപ്പോലെ ഒരു മുഖ്യമന്ത്രി. മുഖ്യമന്ത്രിയും പോറ്റിയുമായുള്ള ബന്ധവും സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിന്റെ പങ്കും വെളിവാക്കുന്ന കൂടുതൽ പ്രചരണവുമായി മുന്നോട്ടു പോകാനാണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേതൃത്വം നൽകിയ നിർദ്ദേശം. മീഡിയ 1 കോഴിക്കോട്.